ആലുവ അമ്പാട്ടുകാവിലുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഘടനയാണ് സഹൃദയ സംഗീത കാരുണ്യവേദി. കഴിഞ്ഞ 17 കൊല്ലങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഈ സംഘടനയുടെ പ്രസിഡന്റ് അമ്പാട്ടുകാവിലുള്ള വിശ്വനാഥക്കുറുപ്പാണ്. ഈ വർഷത്തെ വാർഷികാഘോഷം ഏപ്രിൽ 21-ന് ആലുവ FBOA ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. കോട്ടയം ഡെപ്യൂട്ടി കളക്ടറായ ഉഷ ബിന്ദുമോളാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷത്തെ സഹൃദയ പുരസ്കാരം പരിസ്ഥിതി സംരക്ഷകനായ ശ്രീമൻ നാരായണന് സമ്മാനിച്ചു. 17 വർഷം കൊണ്ട് ഏകദേശം 1200 രോഗികൾക്ക് 75 ലക്ഷം രൂപയോളമാണ് ഇവർ ചികിത്സാ സഹായമായി നൽകിയത്. സെക്രട്ടറി അമ്പാട്ടുകാവിൽ തന്നെയുള്ള അശോക് കുമാറാണ്. സഹായത്തിന് അർഹരായവരെ പ്രത്യേകം സെലക്ട് ചെയ്തെടുത്താണ് ഇവർ സഹായധനം നൽകുന്നത്. ഇത്തവണയും 30 പേർക്ക് ഏകദേശം 1,50,000, അതായത് ഒരാൾക്ക് 5,000 രൂപ വെച്ചും കിഡ്നി മാറ്റിവെക്കുവാൻ ഒരാൾക്ക് 50,000 രൂപയും വിതരണം നടത്തി. സംഘടനയിൽപ്പെട്ടവരും അഭ്യുദയകാംക്ഷികളുമായ ആളുകളിൽ നിന്നാണ് ഇതിന് പണം കണ്ടെത്തുന്നത്. സഹൃദയയുടെ 17ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ഒറ്റവാക്കിൽ സ്വാഗതം. സഹൃദയ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ വിശ്വനാഥക്കുറുപ്പ് അവർ ഇന്ന് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി ഉഷ ബിന്ദു മാഡം അവർ, സഹൃദയ പുരസ്കാരത്തിൻ്റെ ജേതാവ് ആദരണീയനായ ശ്രീമൻ നാരായണൻ അവർ, പ്രിയകരിയായ സിനിമാ താരം അന്നിക സുരേന്ദ്രൻ സഹൃദയ പുരസ്കാരം, അതിന് ആ പുരസ്കാരം വാങ്ങിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആരാധ്യനായ ശ്രീമൻ നാരായണൻ അവർകളെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുന്നതിനായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വീടുകളുടെ അറ്റകുറ്റപ്പണി, വൈദ്യുതീകരണം എന്നിവയ്ക്ക് വേണ്ടി 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇതുകൂടാതെ ആംബുലൻസ് സേവനം നടപ്പാക്കുവാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. സഹൃദയയുടെ സ്വപ്ന പദ്ധതിയായ സഹൃദയ റിട്ടയറിംഗ് ഹോം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹൃദയരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദരം നമസ്കാരം. സഹൃദയ സംഗീത കാരുണ്യവേദി എന്താണെന്നും അവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നും ഈ 17 വർഷം കൊണ്ട് അവർ ചെയ്തു തീർത്തതും ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ ഞങ്ങളുടെ മുൻകാല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ഞങ്ങളുടെ ഈ സംഘടനയുടെ നിലനിൽപ്പ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരും ഉള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള സഹൃദയരായ വ്യക്തികളുടെ സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് ഞങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞുവല്ലോ, 17 വർഷം മുമ്പ് ഒരു വ്യക്തിക്ക് 500 രൂപ കൊടുത്തുകൊണ്ട് ആരംഭിച്ച ഈ സംഘടന ഇന്ന് ഒരു മാസം 65,000 രൂപ 13 പേഷ്യൻസിന് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങളോട് സഹകരിക്കുന്ന വ്യക്തികളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്ത് സഹൃദയ സംഗീത കാരുണ്യവേദിയുടെ സെക്രട്ടറി ശ്രീ അശോക് കുമാർ, സഹൃദയ പുരസ്കാര ജേതാവ് ശ്രീമൻ നാരായണൻ, കലാസന്ധ്യയുടെ ഉദ്ഘാടനം വഹിക്കുന്ന കുമാരി അനിക സുരേന്ദ്രൻ, മഹാരാജ് പഠിക്കുന്ന ഒരു കാലം
86-87 കാലഘട്ടത്തിൽ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം ഒരു ഗ്രൂപ്പ് നിർണയ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് മഹാരാഷ്ട്രയിലെ ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് നിർണ്ണയിക്കുകയും ഏകദേശം 100-ഓളം വിദ്യാർത്ഥികൾ രക്തദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്ന് നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ഈ KBDF-ആയിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു പരിപാടി സംഘടിപ്പിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അന്ന് അവർ പറഞ്ഞൊരു വോളണ്ടറി ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ ഈ ഹൃദയകാരുണ്യവേദിയുടെ പ്രായമാണ് എനിക്ക് 17 വയസ്സ്. സഹൃദയ സംഗീതകാരന്റെ വേദിയുടെ എല്ലാമായിരുന്നു. വിവാഹം കഴിച്ചിട്ടില്ല, ചെറിയ പയ്യനാണ്. എങ്കിലും ഈ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ ആള് ചെറുതാണെങ്കിലും ആശയങ്ങളും എല്ലാം വളരെ വലുതായിരുന്നു. ഈ ട്രസ്റ്റിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സുമേഷ് ബാബു. ഒരു ഡിസൈനറാണ്, അതിലുപരി നല്ലൊരു എന്താ പറയുക കലാകാരനാണ്, മനുഷ്യ സ്നേഹിയാണ്. എന്നോടൊപ്പം തന്നെ എപ്പോഴും ഏത് അർദ്ധരാത്രി വിളിച്ചാലും എവിടെ വേണമെങ്കിലും വരാനായിട്ടുള്ള ആ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് സുമേഷ് ബാബു. സുമേഷ് ബാബു അകാലത്തിലാണ് നമ്മൾ വിട്ടുപിരിഞ്ഞത്. 2 വർഷം മുമ്പാണ്. വളരെ ആകസ്മികമായിട്ട് നമ്മളിൽ നിന്ന് വളരെ തീരാ ദുഃഖം നമുക്ക് തോന്നി. ഇപ്പോഴും ആ ഓർമ്മ എവിടെയുണ്ട്. കലാസന്ധ്യ ഉദ്ഘാടനം എന്ന ഒരു പരിപാടി തന്നെ ആസൂത്രണം ചെയ്ത് സുമേഷ് ബാബു. സഹൃദയ സംഗീത കാരുണ്യവേദിയുടെ സംഗീതവും കാരുണ്യവും നമ്മൾ സമന്വയിപ്പിക്കുമ്പോൾ സംഗീതത്തിനും കലയ്ക്കും ഒരു സപ്പോർട്ട് ചെയ്ത സുമേഷ് ബാബു നമുക്ക് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞൊരു വർഷം ഒത്തിരി അദ്ദേഹത്തിൻ്റെ വിടവ് നമുക്ക് നികത്താൻ വളരെ ബുദ്ധിമുട്ടി. കുറേ